ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ നാരായണീയത്തെ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ കാവ്യോപാസനയായി 100 ദിവസം കൊണ്ട് ഓരോ ദിവസവും 10 ശ്ലോകങ്ങളായി സമർച്ചന ചെയ്തപ്പോൾ നാം അതിനെ മനനം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങളായി നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 14ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകം ആ ദശകത്തിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന കപിലാവതാരം എന്ന ആ ഭാഗത്തെ, കപിലനായി അവതരിച്ച രംഗത്തെയാണ് ഇന്ന് ഈ 9ാമത്തെ ശ്ലോകത്തിൽ നാം വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, അതിനുശേഷം അർത്ഥം, വീണ്ടും ശ്ലോകം, അതിനുശേഷം ശ്രീമദ് നാരായണീയത്തിൻ്റെ പരിഭാഷയായ ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ഹരേ നിജഭർതൃഗിരാഭവൻ നിഷേവാനിരതായാമഥ ദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായധാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. ഹേ ദേവാ അധാ നിജഭർതൃഗിരാ ഭവന്നിഷേവാനിരതായാം ദേവഹൂത്യാം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ ത്വം കപിലാ
അജായധാ. ഹേ ദേവ, ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, അഥാ നിജഭർതൃഗിര, തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച്, ഭവന്നിഷേവാനിരതായാം ദേവഹൂത്യാം, അവിടുത്തെ ഭജനത്തിൽ, ഗുരുവായൂരപ്പ അവിടുത്തെ ഭജനത്തിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദേവഹൂതിയിൽ ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ, ജനങ്ങളുടെ ഇടയിൽ, ലോകത്ത് ഈ പരമാത്മതത്വത്തെ, ഉത്തമമായ ജ്ഞാനത്തെ, ആത്മവിദ്യയെ പ്രകാശിപ്പിക്കാൻ ത്വം കപിലഹ അജായധ, അവിടുന്ന് കപിലമൂർത്തിയായി അവതരിച്ചു എന്നാണ്. ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പുത്രഭാവത്തിൽ ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചു. ദേവഹൂതി, ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ എന്ന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. അപ്പൊ തനിക്ക് പുത്രനായി അവതരിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവൾ, അതാണ് ദേവഹൂതി. അങ്ങനെയുള്ള ആ ശ്ലോകത്തോടുകൂടി, ഭഗവാന്റെ അവതാര ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി പിന്നീട് അതിൻ്റെ നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. നിജഭർതൃഗിരാഭവൻ നിഷേവാനിരതായാമധ ദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായധാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. നാരായണ 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 കപിലമൂർത്തേ. കർദമന്റെ വാക്കുകളെ ശിരസാവഹിച്ച പത്നി കരുണാസാഗരനെ താൻ തപം തുടങ്ങി. ആത്മവിദ്യ ജനങ്ങൾക്കു പകരുവാനായിക്കൊണ്ടു ആത്മാരാമൻ കപിലനായി അവതരിച്ചു. നാരായണ 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 കപിലമൂർത്തേ. നാരായണ 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 പാവന കീർത്തേ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.